പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 56 വരെയുള്ള തിരുവചനങ്ങൾ. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്കറിയയുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിന്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കൊതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്തേക്ക് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്നും? ഇതാ നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തന്റെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ മറിയം അവളുടെ കൂടെ 3 മാസത്തോളം താമസിച്ചു. പിന്നെ വീട്ടിലേക്ക് മടങ്ങി. ഈ വചന ഭാഗത്തിലൂടെ യേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മറിയത്തെ പോലെ ആകുന്നതിന് വേണ്ടി തന്നെയാണ്. ഇന്ന് തിരുസഭ മാതാവിന്റെ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുന്നു. പരിശുദ്ധ കന്യക മറിയം തന്റെ പദവിയെക്കുറിച്ചൊന്നും ഓർക്കാതെ തന്റെ ചാർച്ചക്കാരിയെ ശുശ്രൂഷിക്കുവാനായിട്ട് പോകുന്നു. അവിടെ എത്തുമ്പോൾ തന്നെ എലിസബത്തിന് മനസ്സിലാകുന്നുണ്ട് ഈ വന്നിരിക്കുന്നത് ആരെന്നുള്ളത്. എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറയുന്നു. അവളുടെ ഉദരത്തിലുണ്ടായിരുന്ന കുഞ്ഞ് സ്നാപയോഹന്നാനും പരിശുദ്ധാത്മാവിനാൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങളും വാക്കുകളും സംസാരങ്ങളൊക്കെയും ചിന്തകളൊക്കെയും മറ്റുള്ളവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നതാകുകയാണെങ്കിൽ എത്ര സുന്ദരമായിരിക്കും നമ്മുടെ ജീവിതം ഈ ലോകത്തിൽ നമ്മൾ കാഴ്ചവെക്കുന്നത്. നമ്മുടെ ചിന്തകൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ദൈവത്തെ സന്തോഷിപ്പിക്കാം, അവരെ സന്തോഷിപ്പിക്കാം, നിറയെ ആത്മാക്കളെ നേടിയെടുക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ തന്നെയും പരിശുദ്ധ കന്യക മറിയം ഇപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവം നമുക്ക് ചെയ്തുന്ന ഓരോ കാര്യങ്ങളും ഓർത്തുകൊണ്ടും ഓരോ ദിവസവും നമ്മൾക്ക് കിടക്കുന്നതിന് മുമ്പേ ദൈവത്തിന് നന്ദി അർപ്പിക്കാം, സ്തോത്രഗീതം ആലപിക്കാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.